കൃത്യമായ രീതിയിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. കാരണം അതിൽ എല്ലാവരും അഭിരമിക്കുന്നു. അവരവരുടെ ഫോട്ടോ കാണാനും അവരവരുടെ കുടുംബത്തിന്റെ, സുഹൃത്തുക്കളുടെ, ചടങ്ങുകളുടെ, കല്യാണത്തിന്റെ ഒക്കെ ഫോട്ടോ കാണാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ ഒരു നിമിഷത്തെ സാധ്യമാക്കി കൊടുക്കുകയും എല്ലാവർക്കും സന്തോഷം പകരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒന്നുകൂടി സുന്ദരന്മാരും സുന്ദരികളുമാക്കി മാറ്റി ഫോട്ടോഷോപ്പിൽ കയറാതെയും അല്ലാതെയും തന്നെ നമുക്കൊന്നുകൂടി ഫിൽറ്റർ ഇട്ടും അല്ലാതെയും ഒക്കെ, നിങ്ങൾക്കറിയാം, അതിനേക്കാളൊക്കെ അതിന്റെ സാങ്കേതിക തികഞ്ഞവരാണ് നിങ്ങൾ. അപ്പൊ ഏതൊക്കെ തരത്തിൽ മനുഷ്യരെ സുന്ദരികളും സുന്ദരന്മാരുമാക്കി മാറ്റാൻ പറ്റും, അതെങ്ങനെ കൂടുതൽ ഒന്നുകൂടി സന്തോഷം കൂടുതൽ കൊടുക്കാൻ കഴിയും, അല്ലെ? സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളത് മലയാളത്തിലെ എക്കാലത്തെയും വിഖ്യാതമായ ഒരു നോവലിന്റെ, ഉറൂബിന്റെ നോവലിന്റെ പേര് കൂടിയാണല്ലോ. എഴുത്തുകാരൻ ചെയ്യുന്നതും ഈ റിയാലിറ്റിയിൽ ഭാവന ചേർക്കും. പക്ഷെ ഫോട്ടോഗ്രാഫിയിൽ അതില്ല. ഫോട്ടോഗ്രാഫി യഥാർത്ഥമായ കലാരൂപമാണ്. മറ്റെല്ലാത്തിലും ഒരു കഥാകാരനോ കവിയോ ഒക്കെ ചെയ്യുന്നത് കാലത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. സമയത്തെ നമ്മൾ അനുഭവിക്കുന്നത് പല വിധത്തിലാണ്. കാലം ഇലാസ്തികമാണ് എന്ന് ഐൻസ്റ്റീൻ 1905 പ്രത്യേകിച്ച് 1915 പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിലൊക്കെ പറഞ്ഞത് നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺ കേവലമാണ് സമയം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഐൻസ്റ്റീൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സമയം ഒരുപോലെയല്ല പോകുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. സമയം ഒരുപോലെയാണ് പോകുന്നത് എന്ന് സാധാരണക്കാര് പറയുമെങ്കിലും സമയം പലതരത്തിൽ ആണ് പോകുന്നത്. ഒരേ കമ്പനിയുടെ ക്ലോക്ക് ഭൂമിയോട് ചേർത്ത് വെച്ചാൽ ഒരു തരത്തിലും ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ വളരെ പതുക്കെയും സഞ്ചരിക്കും. ഭൂമിയോട് അടുത്ത പിണ്ഡമുള്ള വസ്തുക്കളുടെ അടുത്ത് സമയം മെല്ലെ പോകും. വിദൂരതയിൽ ഇരട്ട കുട്ടികളിൽ ഒന്ന് ബഹിരാകാശത്ത് പോയി താമസിച്ച് മറ്റേ കുട്ടി ഭൂമിയിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികളും 10-15 കൊല്ലത്തിന് ശേഷം കാണുകയാണെങ്കിൽ അവർ രണ്ട് പ്രായമായിരിക്കും. ഇതൊക്കെ സയൻസ് പറയുന്ന കാര്യമാണ്. അത് പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച് 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 പോവുകയാണ്. പ്രപഞ്ചം ഓരോ നിമിഷവും അതിവേഗം ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് അതിവേഗം, നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള വേഗതയിൽ പ്രപഞ്ചം ഇങ്ങനെ പോകുന്നുണ്ട്, അതിവേഗതയിൽ വികസിക്കുന്നുണ്ട്. ഒരു ഘട്ടമെത്തുമ്പോഴും പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചുരുങ്ങാൻ തുടങ്ങുമ്പോഴും സമയം അല്ലെങ്കിൽ കാലം പിന്നിലോട്ട് പോകും. അപ്പോൾ ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനുഷ്യരന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഭൂതകാലത്തിന്റെ ചിത്രങ്ങളാണ്, ഭാവിയുടെ വർത്തമാനത്തിന്റെ ചിത്രങ്ങൾ എടുത്തിട്ട് ഭൂതകാലമാകുന്നുണ്ടെങ്കിൽ അന്ന് ഭാവിയുടെ ചിത്രങ്ങളായിരിക്കും എടുക്കുക ഭൂതകാലത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഒരു ചായ ഗ്ലാസ് താഴെ നിന്ന് പൊട്ടിപ്പോയാൽ ചായ ചിതറിത്തെറിക്കുകയും ചായ ഉണങ്ങിപ്പോവുകയും ചെയ്യും. പ്രപഞ്ചം ചുരുങ്ങുന്ന സമയത്ത് ആദ്യം ഉണങ്ങിയ ചായ ഉണർന്നു വരും. പൊട്ടിയ കപ്പിന്റെ കഷ്ണങ്ങളൊക്കെ ചേർന്ന് നിൽക്കും. എന്നിട്ട് ആ കപ്പ് താനെ മേശപ്പുറത്തേക്ക് വരും. അതിൽ ചൂട് ചായ തണുത്ത ചായ ചൂടാവാൻ തുടങ്ങും. അങ്ങനെ ഇത് സയൻസ്, ഇത് ഫിക്ഷൻ അല്ല, നോവൽ പറയുന്നതല്ല. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. സമയം പിന്നിലോട്ട് സഞ്ചരിക്കും. അതായത് ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി കൗമാരവും യൗവനവും പിന്നിട്ട് പ്രായമായി വയസ്സായി മരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അന്ന് ചിതയിൽ നിന്നും ഒരു മനുഷ്യൻ എണീറ്റ് വന്നിട്ട് ചെറുപ്പക്കാരനാകും, പിന്നെ കൗമാരക്കാരനാവും. അയാൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഉണ്ടാവും. കല്യാണം പിന്നെയാണ് കഴിക്കുക, കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് കല്യാണം കഴിക്കുക. പിന്നെ ചെറിയ കുട്ടിയാവും, പിന്നെ വളരെ ചെറിയ കുഞ്ഞായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകും. സയൻസാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുക ഭാവിയുടെ ചിത്രമെടുക്കുകയായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. പക്ഷെ അത് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം 10,000 കോടി വർഷം എന്നാണ് പ്രപഞ്ചം ചുരുങ്ങുന്നതിൻ്റെ ഒരു കാലയളവായിട്ട് ഏകദേശം. ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇലാസ്തികമാണ്. നമ്മൾ കല്യാണ വീട്ടിൽ
സമയം പോകുന്നത് പോലെയല്ല മരിച്ച വീട്ടിൽ സമയം പോകുന്നത്. നമ്മുടെ മനസ്സനുഭവിക്കുന്ന സമയം ഒരുപോലെ അല്ല. മരിച്ച വീട്ടിൽ നമുക്ക് സമയം പോവുകയില്ല. കല്യാണ വീട്ടിൽ സമയം വേഗം പോകും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ സമയം പെട്ടെന്ന് കടന്നു പോകും. 2 മണിക്കൂർ കടന്നു പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഏറ്റവും വെറുക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തിരുന്ന് സംസാരിച്ചാൽ ഓരോ സെക്കൻഡിനും ഓരോ യുഗത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും. നിമിഷങ്ങൾക്ക് യുഗത്തിന്റെ ദൈർഘ്യമാണ് എന്ന് MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ സമയത്തെ ഇങ്ങനെ ഇലാസ്തികമായിട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലാസ്തികതയാണ് എഴുത്തുകാര്, കലാകാരന്മാര് പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ ഒരു സംഭവമല്ല. അത് യഥാർത്ഥമായിട്ടൊരു നിമിഷത്തെ എന്നേക്കുമായിട്ട് അനശ്വരമാക്കുകയാണ്. ഞാൻ 2ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ഇരുന്നതിന്റെ അല്ലെങ്കിൽ അമ്മയിൽ മടിയിരുന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് എനിക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോഴും ആ ഫോട്ടോയിലൂടെ എനിക്ക് ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. വേറെ ഒരു വഴിയും എനിക്ക് ഇല്ല. ആ ഓർമ്മകളെ എനിക്ക് തരുന്നത് ഫോട്ടോഗ്രാഫിയാണ്, അല്ലെ? നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും ഫോട്ടോഗ്രാഫിയാണ്. ചിത്രങ്ങളായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഞാനിപ്പോ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്ന ഒരു ചിത്രമായിട്ടാണ്, അല്ലെ? ഞാനിന്ന് രാവിലെ വരുമ്പോൾ പുതിയോട്ട എത്തുമ്പോൾ ഒരു അച്ഛൻ ഒരു +2 ഒക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ പിന്നിൽ എത്തിയിട്ട് സ്കൂട്ടറിലൂടെ മുന്നിലോട്ട് പോകുമ്പോൾ എന്നെ മറികടന്നപ്പോൾ ആ കുട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചറിയാണ്. എനിക്ക് അറിയാത്ത കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ എന്റെ കഥ പഠിക്കുന്നത് കൊണ്ട് ഒരുവിധ കുട്ടികൾക്കൊക്കെ എന്നെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കാം. ആ കുട്ടി എന്നെ തിരിച്ചറിയുകയും അച്ഛനോട് പറയുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് കാർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് കാണാം മുമ്പിലൂടെ. പെട്ടെന്ന് ആ കുട്ടി തിരിഞ്ഞ് നോക്കുകയും ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. മനോഹരമായൊരു പുഞ്ചിരിയാണ്. ഒരു എഴുത്തുകാരന് ആ എഴുത്തുകാരന്റെ കഥ വായിക്കുന്ന ഒരു കുട്ടി തരുന്ന ഒരു സമ്മാനമാണ്. ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രമായിട്ടാണ്. ഞാൻ മുൻപോട്ട് വരുന്ന സമയത്ത് പലതവണ ആ ഒരു ദൃശ്യം ഓർമ്മിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളും, അല്ലെ, എല്ലാ അനുഭവങ്ങളും, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും, നമ്മൾ കണ്ട കാഴ്ചകളും എല്ലാം ചിത്രങ്ങളായിട്ടാണ് സൂക്ഷിക്കുന്നത്. ആ ചിത്രങ്ങൾ ഒന്ന് ചേരുമ്പോൾ സിനിമയായി, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരുപാട് ടെക്നോളജികൾ വരുന്നുണ്ടല്ലോ. ഞാനിതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. AI നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന സംഗതികളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ ഉള്ളിൽ ഇത് പറയുമ്പോൾ കെൽവിൻ കാർട്ടൺ എന്ന് പറയുന്ന ഒരു ചിത്രകാരനെ ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ചില സന്നിഗ്ധ നിമിഷങ്ങളിൽ. ആ ഫോട്ടോ കാണാത്തവർ നിങ്ങളിൽ ആരും ഉണ്ടാവില്ല. ഒരു കഴുകൻ സുഡാനിലെ തെരുവിൽ അതിഭയങ്കരമായിട്ട് പട്ടിണി പടർന്നു പിടിച്ചപ്പോൾ, ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങിയപ്പോൾ, ഒരു വലിയ കഴുകൻ തൻ്റെ അടുത്ത് ഇരിക്കുന്ന മെലിഞ്ഞുണങ്ങിയ അസ്ഥിമാത്രപ്രായമായ ഒരു കൊച്ചു കുഞ്ഞിനെ, 1 വയസ്സോ 2 വയസ്സോ മാത്രം തോന്നിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കഴുകൻ വന്നിരിക്കുകയാണ്. ഏത് നിമിഷവും അത് തീറ്റ തുടങ്ങും. ലോകപ്രസിദ്ധമായ ചിത്രമാണ്, നിങ്ങൾ എല്ലാവരും ഓർക്കുന്ന ചിത്രമാണ്. കെൽവിൻ കാർട്ടർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ എടുത്ത ആ ചിത്രത്തിന് പുലിസ്റ്റർ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കിട്ടിയ അവാർഡിന്റെ മാസ്മരികമായ പ്രഭാവലയത്തിൽ ഇങ്ങനെ ആഹ്ലാദിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു. സുഹൃത്തെ, അവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഒറ്റ കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര കഴുകന്മാരുണ്ടായിരുന്നു? ഒരു കഴുകനെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഫോൺ വിളിച്ചാൾ പറഞ്ഞു, ഒരു കഴുകനല്ല, അവിടെ 2 കഴുകനുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ പറഞ്ഞു, അല്ല, ഒരു കഴുകനെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, 2 കഴുകനുണ്ടായിരുന്നു. 2ാമത്തെ കഴുകൻ നിങ്ങളായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചില്ല? എനിക്ക് ഫ്ലൈറ്റിന്റെ സമയമായിരുന്നു, അതുകൊണ്ട് എനിക്കതിന് നേരം കിട്ടിയില്ല. അതുവരെ കുറ്റബോധം ഉണ്ടാവാതിരുന്ന ആ ഫോട്ടോഗ്രാഫർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടാവുകയും, അല്ലെ, വലിയ കുറ്റബോധം ഉണ്ടാവുകയും, പിന്നെ അവസാനം ഈ മനുഷ്യൻ അടുത്ത 1 വർഷത്തിനകത്ത് ആ കുറ്റബോധം പെരുകി വന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഒരു സന്നിഗ്ധ നിമിഷത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്യും? അയാളുടെ ജോലി ഫോട്ടോ എടുക്കാനുള്ളതാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇപ്പുറത്ത് മറ്റൊരു തുലാസ കുഞ്ഞിന്റെ ജീവനും ഉണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അയാൾ
ആ ചിത്രം ലോകത്തെ അറിയിക്കുമ്പോൾ കോടാനുകോടി മനുഷ്യർ ഈ ദുരന്തത്തെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ അടുത്ത ദിവസമാണല്ലോ, കഴിഞ്ഞ ആഴ്ചയാണ് സഫിയ കൊലക്കേസിൽ കൊല്ലപ്പെട്ട ആ കുഞ്ഞിന്റെ തലയോടും മറ്റ് അവശിഷ്ടങ്ങളും സഫിയുടെ ഉമ്മ ആയിഷയും ഉപ്പയും ചേർന്ന് വാങ്ങിച്ചത്. ആ സമരം നടക്കുന്ന സമയം മറ്റുള്ളവരെക്കാളും ഒക്കെ ഓർത്തിരിക്കുന്നത് നിങ്ങളാണ്. 2008 കാസർഗോഡ് സമരപ്പന്തലിൽ വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഞാനും അവിടെ സമരപ്പന്തലിൽ പോയിട്ടുണ്ട്. കുഞ്ഞിനെ കാണാതാവുന്നു, കുഞ്ഞിനെ പിന്നീട് കിട്ടുന്ന ഒരു ഘട്ടം വരുന്നു, ജീവനോടെയല്ല മരണപ്പെട്ട നിലയിൽ കിട്ടുന്നു. ആ സമയത്ത് സമരപ്പന്തലിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ ആ സമയത്ത് ഒരു കഥ എഴുതുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആർത്തു പെയ്യുന്ന മഴയിൽ ഒരു ജുമൈല എന്നൊരു കഥ എഴുതുന്നു. ആ കഥ എഴുതിയിട്ട് ഞാനത് ഏറ്റവും വായനക്കാരെ തന്നൊരു കഥയാണ്. ഏറ്റവും ആളുകൾ കരഞ്ഞുപോയൊരു കഥയാണ്. എൻ്റെ കഥയിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞിനെ പ്രതി മാനഭംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും പലർക്കും കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് അന്ന് പത്രങ്ങളിൽ പലതിലും വന്ന റിപ്പോർട്ട്. അപ്പോഴത്തേക്കും ഈ കഥ മാതൃഭൂമിയിൽ അടുത്ത ആഴ്ച അച്ചടിച്ച് വരുമ്പോഴേക്കും സമരം അപ്പോൾ നടക്കുന്നുണ്ട്. പ്രതി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഥയുമായിട്ട് അവിടെ സമരപ്പന്തലിൽ പോകുമ്പോൾ ഞാൻ കാണുന്നത് അലയുടെ പ്രവർത്തകർ കഥ വായിക്കുന്നു. അതിന് തലേന്ന് കഥ അന്ന് തലേന്ന് കഥ ചൊവ്വാഴ്ച വന്ന ദിവസം എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഫോൺ കോളുകൾ വരുന്നു. കഥ വായിച്ചു കൊടുത്തു, ചില കോളേജുകളിൽ വായിച്ചു കൊടുക്കുന്നു, കുട്ടികൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കും ഒരു പ്രതികരണം. ഒരു കഥ, ഒരു രചനയെ കുറിച്ചാണ് പറയുന്നത്, ഒരു കലാപ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഇത് വായിച്ചു നോക്കി. അപ്പൊ കുട്ടികളും ഏതാണ്ട് എല്ലാ കുട്ടികളും കരയുന്നു. അടുത്ത 2 ക്ലാസ്സിൽ കൂടെ വായിച്ചു കൊടുത്തു. 3 ക്ലാസ്സിൽ മാത്രമേ വായിച്ചുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 1 രൂപയോ 2 രൂപയോ കൊണ്ടുവരിക നാളെ വരുമ്പോൾ, കഥ ഇഷ്ടപ്പെട്ടവർ. എനിക്ക് കഥ എഴുതി കഴിഞ്ഞാൽ ആ കാലത്ത് ഒരു 2500 രൂപയാണ് കിട്ടുക. ഞാനിത് കഥ എഴുതുമ്പോൾ തന്നെ സഫിയുടെ ഉമ്മക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പിറ്റേന്ന് കുട്ടികൾ 1 രൂപയും 2 രൂപയും കൊണ്ടുവന്നില്ല. അവർ 5, 10, 100 ഒക്കെയാണ് കൊണ്ടുവന്നത്. 3 ക്ലാസ്സിലെ കുട്ടികൾ 3750 രൂപ കൊണ്ടുവന്നു. എനിക്ക് കിട്ടാവുന്ന പൈസയും ചേർത്തിട്ട് ഞാൻ നേരെ സമരപ്പന്തലിൽ പോവാണ്. സമരപ്പന്തലിൽ പോകുമ്പോൾ ഞാൻ കാണുന്നത് സഫിയുടെ ഉമ്മ പർദ്ദ ധരിച്ച് റോഡിൽ പോയി കിടക്കുന്നു. പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുന്നു. സഫിയുടെ ഉപ്പ തളർന്നിരിക്കുന്നു. ഈ അച്ചടിച്ചു വന്ന കഥ അലയുടെ പ്രവർത്തകർ വായിക്കുന്നു. രാജൻ കരിവള്ളൂർ വായിക്കുന്നു. പൂക്കാന റഹ്മാൻ ആ കഥ വരക്കുന്നു. കഥ ഏതാണ് ജീവിതം ഏതാണ് എന്ന് എനിക്ക് കുറച്ചു നേരം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ കഥ ഏതാണ് ജീവിതം ഏതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി കാസർഗോഡ് സബ് ജയിലിലെ സന്തോഷ് എന്ന് പറയുന്ന, എന്നാണ് എൻ്റെ ഓർമ്മ, സന്തോഷ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ നിങ്ങളുടെ കഥ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ സഫിയെ കുറിച്ചുള്ള കഥയാണല്ലോ എന്ന് തോന്നി. എൻ്റെ കഥയിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാൻ ഈ മനുഷ്യന് വായിക്കാൻ കൊടുത്തു. ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്ന കരുതപ്പെടുന്ന ആ പ്രതിക്ക് വായിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് വേറൊരു പ്രതി വായിച്ചു കൊടുത്തു. ഈ കഥ വായിച്ചു കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കേട്ടിരിക്കുകയും അയാളുടെ മുഖം വല്ലാതാവുകയും കഥ വായിച്ചു കഴിയുമ്പോഴേക്കും അയാൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയും ചെയ്തു അത്രേ. അതായത് ഒരു 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയോ പലർക്കും കാഴ്ചവെക്കുകയോ നിർദാക്ഷിണ്യം പെരുമാറുകയോ നിർദാക്ഷിണ്യം കൊല്ലുകയോ മുറിച്ച് കഷ്ണങ്ങളാക്കി പുഴക്കരയിൽ കുഴിച്ചിടുകയോ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് തോന്നാത്ത കുറ്റബോധം അതൊരു ചെറിയ കഥ വായിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയും അയാൾക്ക് പൊട്ടിക്കരയാൻ അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എല്ലാ കലാരൂപങ്ങൾക്കും ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനാണ് കൽവിൻ കാട്ടർ തനിക്ക് ചെയ്യാൻ പോയ, താൻ ചെയ്ത ഉദാത്തമായ ഒരു കാര്യമുണ്ട്. ആ നിമിഷത്തെ ലോകം മുഴുവൻ എത്തിച്ചു. പക്ഷേ തനിക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക കൂടി ചെയ്യാമായിരുന്നു എന്നുള്ള കുറ്റബോധം കൊണ്ട് ആ മനുഷ്യൻ ജീവിതം തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതുപോലെ നേപ്പാൾ ദുരന്തത്തിലെ നഗ്നയായോ നിലവിളിച്ചോടുന്ന ആ കുഞ്ഞിന്റെ ചിത്രം, അങ്ങനെ എത്രയെത്ര അനശ്വരമായ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ, എത്ര ചിത്രങ്ങൾ നിങ്ങളിൽ പലരും പകർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. മധുരാജ് അടക്കമുള്ള ആളുകൾ പകർത്തിയിട്ടുള്ള, സൈനബ അടക്കമുള്ള, കവിത അടക്കമുള്ള, ശീലാവതി അടക്കമുള്ള എത്രയോ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ. അപ്പം അങ്ങനെ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു കേവലമായ കലാരൂപം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ സാമൂഹ്യ ദൗത്യമായിട്ട് മാറി, ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് പറയാം.
അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാൻ തോന്നുന്നത്. ഇതൊരു സാമൂഹിക പ്രവർത്തനമാണ്, ഇതൊരു ഒരു ഒരു ജോലി മാത്രമല്ല, ഇതൊരു ബിസിനസ് എന്നുള്ള നിലയിലല്ല, അത് അതിൻ്റെ ഒരു സൈഡ് കാര്യം മാത്രമാണ്. അതിനപ്പുറത്ത് ഇത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ പ്രതിരോധത്തിന്റെയും പ്രതിബോധത്തിന്റെയും ഉദാത്തമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, സമര പ്രവർത്തനമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് 3-4 കഥകൾ എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കുഞ്ഞ് കഥ, തമാശ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ക്യാമറയിൽ ഉറയുന്ന തെയ്യങ്ങൾ എന്ന പേരിൽ ഞാൻ മാതൃഭൂമിയിൽ വളരെ മുമ്പ് ചെറിയൊരു കഥ എഴുതിയിരുന്നു. അപ്പൊ എൻ്റെ തറവാട്ടിൽ പോയപ്പോ പിന്നെ അവിടെ ഞാനൊരു ദിവസം തെയ്യത്തിന് പകൽ പോയപ്പോ കാണുന്നത് എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണല്ലോ ഇപ്പോഴും, എല്ലാവരുടെ കയ്യിലും ക്യാമറയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും തെയ്യത്തെ അല്ല നോക്കുന്നത്, ക്യാമറയാണ് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോ വയസ്സായ ആളുകളും കുട്ടികളും അടക്കം എല്ലാവരും ക്യാമറയാണ് നോക്കുന്നത്, തെയ്യത്തെ അല്ല. അത് വെച്ചിട്ടാണ് ഞാനൊരു കഥ എഴുതിയത്. തെയ്യം നോക്കുമ്പോഴെല്ലാവരും ക്യാമറ ഉയർത്തി പിടിച്ചിരിക്കുന്നു, ആരും തെയ്യത്തെ നോക്കുന്നില്ല. അപ്പൊ ഞാൻ മാത്രമാണ് തെയ്യത്തെ നോക്കുന്നത്. അപ്പൊ തെയ്യം മുതിർന്ന കാരണവന്മാരെയൊക്കെ വിളിച്ചിട്ടല്ലേ ചെറുപ്പക്കാരുടെ കുറച്ച് പ്രായം കുറഞ്ഞ ആളുകളുടെ അടുത്തേക്ക് വരുള്ളൂ. പക്ഷെ അന്ന് തെയ്യം ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന കാരണവന്മാരുടെ അടുത്തേക്ക് ഒന്നും പോകാതെ നേരെ ഓടി എന്റെ അടുത്തേക്ക് വന്നു. അകമ്പടി സന്തോഷമായി കേട്ടോ, വളരെ സന്തോഷമായി. മേഡം എന്നിരിക്കുന്നതായ ദിവസത്തിങ്കൽ കൂടി കാണാനുള്ള ഭാഗ്യമുണ്ടായി അല്ലേ? സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാവാഹിക്കാമെന്ന് തോന്നിയല്ലോ, സന്തോഷമായി കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ തലകുലുക്കും. പക്ഷെ ഞാൻ മനസ്സിൽ പറയുന്നത് മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു കഥ 10-15 കൊല്ലം മുമ്പ് മാതൃഭൂമിയിൽ ഞാൻ എഴുതിയിരുന്നു. അപ്പൊ ക്യാമറ എന്നുള്ളത് ഞാൻ വരുമ്പോഴേ ഷിബിനുമായിട്ട് കാറിൽ എന്റെ കൂടെ വന്ന ഷിബിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കാര്യം ഓർത്തത്, ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് അവിടെ 10-15 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ക്യാമറ ഒരു വിജനമായ സ്റ്റേഷനിൽ മറന്നുപോയി. അവിടെ പല സ്റ്റേഷനും വിജനമാണ്, ചിലപ്പോ നമ്മളെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, മനുഷ്യരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വണ്ടിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ക്യാമറ എടുക്കണം. അപ്പോ മകൻ പറഞ്ഞു, പിന്നെ അതവിടെ കിടന്നോട്ടെ, അത് 2 ദിവസം വന്നു കഴിഞ്ഞാൽ 3 ദിവസം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും, ആരും കൊണ്ടുപോകും. അതങ്ങനെയാണ് ജപ്പാന്റെ ഒരു രീതി എന്നാണ്. ഞാൻ അതെല്ലാം പറയാൻ തുടങ്ങി. ജപ്പാനെ കുറിച്ച് എന്നിട്ട് ഒരു പുസ്തകമൊക്കെ എഴുതി, എന്നാൽ അവാർഡൊക്കെ കിട്ടി, ജപ്പാന്റെ ജീവിതം. അത് മലയാള ഭാഷയിൽ സീരിയൽ ചെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരു അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറിനെ വിളിച്ചു, പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു രസകരമായ സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു നിക്കോൺ ക്യാമറയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദുബായിൽ നിന്നാണ് ജപ്പാൻ നിർമ്മിതമായ ക്യാമറ വാങ്ങുന്നത്, വില കൂടി ക്യാമറ. കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, നിക്കോൺ ആയിരിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പത്തെ അനുഭവമാണ്. അപ്പൊ അദ്ദേഹം ഈ ക്യാമറ വാങ്ങിച്ചിട്ട് ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്റെ ലെൻസ് തകരാറ്. അദ്ദേഹം നെറ്റ് നോക്കിയിട്ട് ജപ്പാൻ കമ്പനിയുടെ അഡ്രസ് എടുത്തിട്ട് ജപ്പാനിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. നിങ്ങളുടെ കമ്പനിയുടെ വാങ്ങിച്ചിട്ട് ലെൻസ് വാങ്ങിച്ചിട്ട് എനിക്ക് പണി കിട്ടി. ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ അയച്ചു, ഒരു മെയിൽ അയക്കാൻ ചെലവൊന്നുമില്ലല്ലോ, അയച്ചു. അപ്പൊ ഈ പത്തനംതിട്ടക്കാരനെ വിളിച്ചിട്ട് പറയാണ്, പക്ഷേ ഒരത്ഭുതം, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു പൊതി വന്നു. പൊതി ഒരു കത്താണ്, മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇതിന്റെ കൂടെ ഒരു ലെൻസ് അല്ല 2 ലെൻസ് ഫ്രീ ആയിട്ട് അയക്കുന്നു. ഒരു അനുഭവം നോക്കാം. അപ്പൊ ആ ഒരു സംഭവം ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ വർത്താനം പറയുന്ന സമയത്ത് ക്യാമറകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എന്തായാലും പിന്നെ ഉർസുല ഹെയ്സിനെ പോലെയുള്ള ഉത്തരാധുനിക ചിന്തകന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിത്യമായ വർത്തമാനകാലത്തിന്റെ ഒരു കാലമാണ്. ഭൂതകാലത്തെ കുറിച്ചുള്ള ആദികളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ഇല്ലാത്ത തരത്തിൽ വർത്തമാനകാലത്തിൽ നീരാടുന്ന, മറവിയുടെ ജലത്തിൽ നീരാടുന്ന ഒരു ജനതയായിട്ട് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം ഇൻഫർമേഷൻസും അത്രമാത്രം അനുഭവങ്ങളും അത്രമാത്രം തിരക്കുകളും നമ്മളെ വന്ന് മൂടുമ്പോൾ നാം ഭൂതഭാവികളിൽ നിന്നുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും നാം നിത്യമായ വർത്തമാനകാലത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന സമയത്ത് കാലബോധം നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെടും. നാം മറവിയുടെ
ആഭരണം ഗളമിന്നി പോലെ കഴുത്തിൽ ധരിച്ച് നടക്കുന്ന ഒരു ജനതയായി മാറുകയും ചെയ്യും എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ മറവിയെ മറികടക്കാൻ ചിത്രങ്ങൾ സഹായിക്കും. ഇതാ നിങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു, ഈ കാലം ഇങ്ങനെയാണ്, ഈ ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു എന്ന് നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ചിത്രങ്ങളാണ്. അത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഞാൻ അധികം Selfie.